നമസ്കാരം. ആഗോളവൽക്കരണത്തിൻ്റെ ഈ ആധുനിക യുഗത്തിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള യാത്രകളും തൊഴിൽ സാധ്യതകളും വിദ്യാഭ്യാസ അവസരങ്ങളും പൗരന്മാരെ സംബന്ധിച്ച് അത്യന്തം പ്രാധാന്യമർഹിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു രാജ്യത്തിൻ്റെ പാസ്പോർട്ട് വിതരണ സംവിധാനവും അതിൻ്റെ ആഗോള സ്വീകാര്യതയും ആ രാജ്യത്തിൻ്റെ വികസന സൂചികകൾ കൂടി അടയാളമാണ്. ഭാരതത്തെ പോലെ ലോകത്തിലെ ഏറ്റവും വലിയ മാനവ വിഭവശേഷിയുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ച് പാസ്പോർട്ട് സേവനങ്ങൾ ലളിതമാക്കുക എന്നത് ഭരണകൂടത്തിൻ്റെ വലിയൊരു ഉത്തരവാദിത്തമാണ്. സമീപകാലത്തായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ രംഗത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിപ്ലവാത്മകമായ സാങ്കേതിക പരിഷ്കാരങ്ങളും വികേന്ദ്രീകരണ നടപടികളും രാജ്യത്തെ പാസ്പോർട്ട് വിതരണ ശൃംഖലയെ പൂർണ്ണമായും മറിച്ചിരിക്കുന്നു. എന്നാൽ ഈ പുരോഗതികൾക്കിടയിലും പാസ്പോർട്ട് എന്ന രേഖയുടെ നിയമപരമായ പദവിയെക്കുറിച്ചും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന ചില തെറ്റിദ്ധാരണകൾക്ക് വിദേശകാര്യ മന്ത്രാലയം നൽകിയ വ്യക്തമായ മറുപടി ഏറെ ശ്രദ്ധേയമാണ്. പാസ്പോർട്ട് എന്നത് കേവലം ഒരു യാത്രാരേഖ മാത്രമാണ് എന്നും അത് പൗരത്വത്തിൻ്റെ അന്തിമ തെളിവല്ല എന്നുമുള്ള സർക്കാരിൻ്റെ വിശദീകരണം ഈ രംഗത്തെ വലിയൊരു നിയമപരമായ അവ്യക്തതയ്ക്കാണ് വിരാമമിട്ടിരിക്കുന്നത്. പാസ്പോർട്ടിനെ പൗരത്വത്തിൻ്റെയോ വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിനുള്ള അർഹതയുടെയോ മാനദണ്ഡമായി കണക്കാക്കുന്ന പ്രവണത പൊതുസമൂഹത്തിൽ വ്യാപകമായി ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ഔദ്യോഗികമായ വിശദീകരണവുമായി മുന്നോട്ട് വന്നത്. ഇന്ത്യൻ പാസ്പോർട്ട് എന്നത് കർശനമായും ഒരു യാത്രാരേഖ മാത്രമാണ് എന്നും പൗരത്വത്തിൻ്റെ നിർണായകമായ തെളിവായി അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നു. പാസ്പോർട്ടുകൾ ഇന്ത്യൻ പൗരന്മാർക്കാണ് അനുവദിക്കുന്നത് എങ്കിലും അതിൻ്റെ പ്രാഥമിക ലക്ഷ്യം അന്താരാഷ്ട്ര യാത്രകൾ സുഗമമാക്കുക എന്നതും വിദേശ രാജ്യങ്ങളിൽ വ്യക്തിത്വം തെളിയിക്കുക എന്നതുമാണ്. ഇതിനു മുൻപും ഇന്ത്യയിൽ പൗരത്വം തെളിയിക്കുന്നതിനുള്ള രേഖകളെക്കുറിച്ച് നിരവധി ചർച്ചകളും തർക്കങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. വോട്ടർ ഐഡൻറ്റിറ്റി കാർഡും ആധാർ കാർഡും ഉൾപ്പെടെയുള്ള രേഖകളുടെ നിയമപരമായ പദവിയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഈ പുതിയ വിശദീകരണം പുറത്തു വരുന്നത്. പൗരത്വവും യാത്രാരേഖകളും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി വേർതിരിച്ചു കാണിക്കുന്നതിലൂടെ ഭരണം സുതാര്യമാക്കാനും ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വലിയ നിയമപ്രശ്നങ്ങൾ ഒഴിവാക്കാനും സർക്കാരിന് സാധിക്കും. ഈ നിയമപരമായ വിശദീകരണങ്ങൾക്കും അപ്പുറം ഇന്ത്യയുടെ പാസ്പോർട്ട് വിതരണ മേഖലയിൽ ദൃശ്യമായ സാങ്കേതിക പുരോഗതി അങ്ങേയറ്റം പ്രശംസനീയമാണ്. മുൻകാലങ്ങളിൽ ഒരു പാസ്പോർട്ട് കയ്യിൽ കിട്ടുന്നതിനായി മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നിരുന്ന അവസ്ഥയിൽ നിന്നും വെറും 5 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ പാസ്പോർട്ട് നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് ഈ സംവിധാനം മാറിയിരിക്കുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അപേക്ഷകൾ പരിശോധിക്കുന്ന രീതി ഇന്ന് കൂടുതൽ കാര്യക്ഷമമാക്കിയതാണ് ഈ നേട്ടത്തിന് കാരണം. ഇന്ന് ഒരു അപേക്ഷകന് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ എത്തിയാൽ വെറും 45 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് തൻ്റെ അപേക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ ഔദ്യോഗിക നടപടികളും പൂർത്തിയാക്കി മടങ്ങാൻ സാധിക്കുന്നുണ്ട്. ഇത് പൊതുജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള സമയലാഭവും ആശ്വാസവുമാണ് സമ്മാനിക്കുന്നത്. ഡിജിറ്റൽ സംവിധാനങ്ങളുടെ കൃത്യമായ വിന്യാസത്തിലൂടെ അഴിമതിയും കാലതാമസവും പൂർണ്ണമായി ഒഴിവാക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ സുരക്ഷിതത്വവും ആഗോളതലത്തിലുള്ള വിശ്വസ്തതയും വർദ്ധിപ്പിക്കുന്നതിനായി നടപ്പിലാക്കിയ ഏറ്റവും വലിയ നാഴികക്കല്ലാണ് ചിപ്പ് ഘടിപ്പിച്ച ഈ പാസ്പോർട്ടുകളുടെ രാജ്യവ്യാപകമായ വിതരണം. അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ്റെ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഇലക്ട്രോണിക് ചിപ്പുകളാണ് പുതിയ പാസ്പോർട്ടുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപേക്ഷകൻ്റെ ബയോമെട്രിക് വിവരങ്ങൾ ഉൾപ്പെടെയുള്ള സുപ്രധാന രേഖകൾ ഡിജിറ്റൽ രൂപത്തിൽ ഈ ചിപ്പിൽ സുരക്ഷിതമായി സൂക്ഷിക്കുന്നു. വ്യാജ പാസ്പോർട്ടുകൾ നിർമ്മിക്കുന്നത് തടയാനും രേഖകളിൽ തിരിമറി നടത്തുന്നത് പൂർണ്ണമായി ഇല്ലാതാക്കാനും ഈ പുതിയ സാങ്കേതിക വിദ്യ സഹായിക്കും. ഇതിലൂടെ അന്താരാഷ്ട്ര അതിർത്തികളിലെ ഇമിഗ്രേഷൻ പരിശോധനകൾ കൂടുതൽ വേഗത്തിലാകുകയും വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ മൂല്യവും സ്വീകാര്യതയും ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്യുന്നു. സുരക്ഷിതമായ യാത്രകൾ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യ ലോക രാജ്യങ്ങൾക്ക് മാതൃകയാകുന്ന തരത്തിലാണ് ഈ പാസ്പോർട്ട് സംവിധാനം വിഭാവനം ചെയ്തിരിക്കുന്നത്. പാസ്പോർട്ട് വിതരണ കേന്ദ്രങ്ങളുടെ എണ്ണത്തിലുണ്ടായ അത്ഭുതപൂർവമായ വളർച്ച രാജ്യത്തെ വികേന്ദ്രീകരണ നയത്തിൻ്റെ മികച്ച ഉദാഹരണമാണ്. ഒരു പതിറ്റാണ്ട് മുൻപ് വിരലിൽ എണ്ണാവുന്ന നഗരങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന പാസ്പോർട്ട് ഓഫീസുകളുടെ എണ്ണം ഇന്ന് രാജ്യത്തുടനീളം വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു. നിലവിൽ രാജ്യത്ത് 545-ലധികം പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. സാധാരണക്കാരായ ജനങ്ങൾക്ക് തങ്ങളുടെ വീടിനടുത്ത് തന്നെ സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ശൃംഖല വിപുലീകരിച്ചത്. പാർലമെൻറ്റ് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പുതിയ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിലൂടെ എല്ലാ ജനവിഭാഗങ്ങളിലേക്കും ഈ സേവനം എത്തിക്കാൻ സാധിക്കും.
വരും വർഷങ്ങളിൽ കൂടുതൽ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച് രാജ്യത്തെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും ചുരുങ്ങിയത് ഒരു പാസ്പോർട്ട് കേന്ദ്രമെങ്കിലും ഉറപ്പാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ദുർഘടമായ മലയോര മേഖലകളിലും ഉൾഗ്രാമങ്ങളിലും താമസിക്കുന്ന ജനങ്ങൾക്കായി പ്രത്യേക മൊബൈൽ പാസ്പോർട്ട് ടീമുകളെയും ഔട്ട്റീച്ച് ക്യാമ്പുകളെയും നിയോഗിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് പുതുതായി പാസ്പോർട്ടുകൾ എത്തിച്ചു നൽകിയത്. ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടും ഇന്ത്യയിലെ പാസ്പോർട്ട് ഉടമകളുടെ എണ്ണം ആകെ ജനസംഖ്യയുടെ 10% മാത്രമാണ് എന്നത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഈ കുറഞ്ഞ നിരക്ക് പരിഹരിക്കുക എന്നതും വരും നാളുകളിൽ പാസ്പോർട്ട് ജനകീയമാക്കുക എന്നതും സർക്കാരിൻ്റെ മുൻഗണനാ പട്ടികയിലുണ്ട്. വിദേശ പഠനത്തിനും മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾക്കും ബിസിനസ് വളർച്ചയ്ക്കും അന്താരാഷ്ട്ര യാത്രാ സൗകര്യങ്ങൾ അത്യാവശ്യമായതിനാൽ ഈ രേഖ എല്ലാവരിലേക്കും എത്തിക്കേണ്ടതുണ്ട്. ഇതിനായി ആഗോളതലത്തിൽ വിവിധ രാജ്യങ്ങളുമായി 27ഓളം അന്താരാഷ്ട്ര മൊബിലിറ്റി കരാറുകളിൽ ഭാരതം ഒപ്പുവെച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ, യുണൈറ്റഡ് കിങ്ഡം, ഓസ്ട്രേലിയ, ഗൾഫ് രാജ്യങ്ങൾ തുടങ്ങിയ പ്രധാന വിദേശ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും തടസ്സമില്ലാതെ യാത്ര ചെയ്യുന്നതിനും തൊഴിൽ ചെയ്യുന്നതിനും ഈ കരാറുകൾ വഴി സാധിക്കുന്നുണ്ട്. കൂടാതെ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസ ഇല്ലാതെയും ഓൺ അറൈവൽ വിസയിലൂടെയും ഈ വിസ സംവിധാനത്തിലൂടെയും കൂടുതൽ രാജ്യങ്ങളിലേക്ക് പ്രവേശനം ലഭിക്കുന്നത് ഇന്ത്യയുടെ ആഗോള നയതന്ത്ര വിജയത്തെയാണ് കാണിക്കുന്നത്. വിദേശങ്ങളിൽ തൊഴിൽ തേടി പോകുന്ന സാധാരണക്കാരായ തൊഴിലാളികളുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി വിദേശകാര്യ മന്ത്രാലയം നടപ്പിലാക്കിയ മൈഗ്രേറ്റ് പോർട്ടലിൻ്റെ നവീകരിച്ച പതിപ്പ് വലിയ വിജയമാണ് കൈവരിച്ചിരിക്കുന്നത്. ഇതിലൂടെ ലക്ഷക്കണക്കിന് ഇന്ത്യൻ തൊഴിലാളികൾക്ക് സുതാര്യമായ രീതിയിൽ എമിഗ്രേഷൻ ക്ലിയറൻസ് ലഭിക്കുകയും പ്രവാസ ജീവിതം സുരക്ഷിതമാക്കാൻ സാധിക്കുകയും ചെയ്തു. ഡിജിറ്റൽ സംവിധാനങ്ങളിലെ റാൻഡമൈസ്ഡ് പ്രോസസ്സിംഗ് രീതികൾ അഴിമതി പൂർണ്ണമായി ഇല്ലാതാക്കാൻ സഹായിച്ചിട്ടുണ്ട്. വിദേശത്തേക്ക് പോകുന്നതിന് മുൻപായി തൊഴിലാളികൾക്ക് നൽകുന്ന പ്രീ ഡിപ്പാർച്ചർ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകൾ അവർ പോകുന്ന രാജ്യങ്ങളിലെ സംസ്കാരത്തെയും നിയമങ്ങളെയും കുറിച്ച് അവബോധം നൽകുന്നതിനും തൊഴിൽപരമായ കഴിവുകൾ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, റഷ്യ, ഡെൻമാർക്ക് തുടങ്ങിയ മുൻനിര രാജ്യങ്ങളുമായി ചേർന്ന് നടത്തുന്ന അന്താരാഷ്ട്ര ഹ്യൂമൻ റിസോഴ്സ് മൊബിലിറ്റി ഫോറങ്ങൾ യോഗ്യരായ ഇന്ത്യൻ തൊഴിലാളികൾക്ക് വിദേശങ്ങളിൽ സുരക്ഷിതവും മാന്യവുമായ തൊഴിലവസരങ്ങൾ കണ്ടെത്താൻ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. വിദേശത്ത് പ്രതിസന്ധികൾ അകപ്പെടുന്ന ഇന്ത്യൻ പൗരന്മാരെ, പ്രത്യേകിച്ച് സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനായി വൺ സ്റ്റോപ്പ് സപ്പോർട്ട് സെൻ്ററുകൾ ഉൾപ്പെടെയുള്ള വിപുലമായ സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലും സിംഗപ്പൂരിലും ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രങ്ങൾ വഴി അർഹരായവർക്ക് സൗജന്യ നിയമസഹായവും മാനസികമായ കൗൺസിലിങ്ങും ലഭ്യമാക്കുന്നുണ്ട്. ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ടിൻ്റെ ശക്തമായ പിന്തുണയോടെയാണ് ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. മുൻകാലങ്ങളിൽ സമൂഹത്തിലെ ഒരു ചെറിയ വിഭാഗം ആളുകൾക്ക് മാത്രം പ്രാപ്യമായിരുന്ന പാസ്പോർട്ട് എന്ന രേഖയെ സാധാരണക്കാരൻ്റെ അവകാശമാക്കി മാറ്റാനും അതേസമയം തന്നെ സുരക്ഷിതവും സുതാര്യവുമായ കുടിയേറ്റ സംവിധാനം ഉറപ്പാക്കാനും ഇന്ത്യൻ ഭരണകൂടത്തിന് സാധിക്കുന്നുണ്ട്. പൗരത്വത്തെക്കുറിച്ചുള്ള ആശങ്കകൾ അകറ്റുന്നതിനൊപ്പം തന്നെ രാജ്യത്തെ ജനങ്ങൾക്ക് ആഗോളതലത്തിൽ കൂടുതൽ അവസരങ്ങൾ തുറന്നു നൽകുന്ന സുപ്രധാനമൊരു ചാലകശക്തിയായി ഇന്ത്യൻ പാസ്പോർട്ട് മാറിക്കഴിഞ്ഞു എന്ന കാര്യം നിസ്സംശയം പറയാം. ഇന്ത്യൻ പാസ്പോർട്ട് എന്നത് കേവലം അന്താരാഷ്ട്ര യാത്രകൾക്കുള്ള രേഖ മാത്രമാണെന്നും പൗരത്വത്തിൻ്റെ അന്തിമമോ നിർണായകമോ ആയ തെളിവല്ല എന്നുമുള്ള വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വിശദീകരണത്തിന് പിന്നിൽ അതീവ ഗൗരവമേറിയ ചില സുരക്ഷാ കാരണങ്ങളുണ്ട്. ആഗോളതലത്തിൽ ഭീകരവാദം, മനുഷ്യക്കടത്ത്, അനധികൃത കുടിയേറ്റം, സാമ്പത്തിക കുറ്റകൃത്യം എന്നിവ വർദ്ധിച്ചു വരുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ ഔദ്യോഗിക രേഖകളുടെ പദവിയും അവയുടെ ഉപയോഗപരിധിയും കൃത്യമായി നിർണ്ണയിക്കേണ്ടതുണ്ട്. ഏതൊരു രാജ്യത്തിൻ്റെയും ആഭ്യന്തര സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണിത്. ഒരു രേഖയ്ക്ക് നൽകുന്ന നിയമപരമായ പദവിയിൽ ഉണ്ടാകുന്ന ചെറിയ അവ്യക്തത പോലും രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തിയേക്കാം. ഈ തിരിച്ചറിവാണ് ഇത്തരമൊരു നിലപാടിലേക്ക് കേന്ദ്ര സർക്കാരിനെ നയിച്ചത്. പാസ്പോർട്ടിനെ പൗരത്വത്തിൻ്റെ അന്തിമ തെളിവായി കാണാതിരിക്കുന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ കാരണം വ്യാജരേഖ ചമയ്ക്കലും അതുവഴി ഉണ്ടാകാനിടയുള്ള സുരക്ഷാ ഭീഷണികളുമാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ലഭ്യമായ ഇന്നത്തെ കാലത്ത് എത്രയൊക്കെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാലും വ്യാജ പാസ്പോർട്ടുകളോ അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ നൽകി നേടിയെടുക്കാവുന്ന യഥാർത്ഥ പാസ്പോർട്ടുകളോ നിർമ്മിക്കാനുള്ള സാധ്യതകൾ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കൺട്രോളിംഗ് അതോറിറ്റികൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. വിദേശത്ത് നിന്നും രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്ന കുറ്റവാളികളോ ഭീകരവാദികളോ വ്യാജമായ മാർഗങ്ങളിലൂടെ ഒരു പാസ്പോർട്ട് ഒപ്പുവെച്ചാൽ അതിനെ പൗരത്വത്തിൻ്റെ പരമാധികാര രേഖയായി രാജ്യം അംഗീകരിക്കുന്ന പക്ഷം അവർക്ക് ഇന്ത്യക്കുള്ളിൽ എല്ലാവിധ പൗരാവകാശങ്ങളും തടസ്സമില്ലാതെ ലഭിക്കുന്ന സാഹചര്യമുണ്ടാകും. ഇത് രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയും സമാധാന അന്തരീക്ഷത്തെയും തകിടം മറിക്കും. പാസ്പോർട്ട് എന്നത് പൗരത്വം തെളിയിക്കാനുള്ള ഒരു ആധികാരിക രേഖയല്ല എന്നത് നിയമപരമായി നിജപ്പെടുത്തുന്നതിലൂടെ
അത്തരം വ്യാജരേഖകളുമായി എത്തുന്നവർക്ക് രാജ്യത്തിൻ്റെ സുരക്ഷാ ഏജൻസികളെയും കോടതികളെയും എളുപ്പത്തിൽ പറ്റിക്കാൻ കഴിയില്ലെന്ന് സർക്കാർ ഉറപ്പുവരുത്തുന്നു. മറ്റൊരു പ്രധാന വശം വിദേശ രാജ്യങ്ങളിൽ വെച്ച് പൗരന്മാർക്ക് സംഭവിക്കാനിടയുള്ള പൗരത്വ മാറ്റങ്ങളും അതിൽ ഉണ്ടാകുന്ന അന്താരാഷ്ട്ര നിയമപ്രശ്നങ്ങളും ആണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ത്യയിൽ ഏക പൗരത്വ സംവിധാനമാണുള്ളത്. അതായത് ഒരു ഇന്ത്യൻ പൗരന് ഒരേ സമയം മറ്റൊരു രാജ്യത്തെയും പൗരനായി തുടരാനുള്ള നിയമപരമായ അവകാശമില്ല. വിദേശത്ത് താമസിക്കുന്ന ഒരു ഇന്ത്യൻ പൗരൻ അവിടുത്തെ പൗരത്വം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിൻ്റെ പാസ്പോർട്ട് കൈപ്പറ്റുകയോ ചെയ്താൽ സ്വാഭാവികമായും അയാളുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കപ്പെടും. എന്നാൽ പലപ്പോഴും ഇത്തരം വിവരങ്ങൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഉടനടി അറിയണമെന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ മുൻപ് കൈപ്പറ്റിയതും കാലാവധി തീരാത്തതുമായ ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് ഒരാൾക്ക് ഇന്ത്യൻ പൗരനാണെന്ന് അവകാശപ്പെടാൻ സാധിക്കും. പാസ്പോർട്ടിനെ പൗരത്വത്തിൻ്റെ അന്തിമ രേഖയായി കണക്കാക്കിയാൽ ഇത്തരം വ്യക്തികൾക്ക് ഇന്ത്യയിലെ വോട്ടവകാശവും സർക്കാർ ആനുകൂല്യങ്ങളും ഭൂമി വാങ്ങാനുള്ള അവകാശവും ദുരുപയോഗം ചെയ്യാൻ കഴിയും. ഇത് തടയുന്നതിനാണ് പാസ്പോർട്ട് എന്നത് വിദേശയാത്രകൾക്ക് മാത്രമുള്ള ഒരു സാക്ഷ്യപത്രമാണ് എന്നും പൗരത്വം പരിശോധിക്കാൻ മറ്റ് ആഭ്യന്തര മാനദണ്ഡങ്ങൾ ആവശ്യമാണെന്നും സർക്കാർ വ്യക്തമാക്കുന്നത്. രാജ്യത്തെ വിവിധ ഡിജിറ്റൽ തിരിച്ചറിയൽ രേഖകളുടെ സുരക്ഷയും അവയുടെ ദുരുപയോഗം തടയുക എന്നതും ഈ തീരുമാനത്തിന് പിന്നിലെ മറ്റൊരു ലക്ഷ്യമാണ്. സർക്കാർ നൽകുന്ന വിവിധ ആനുകൂല്യങ്ങൾ, സബ്സിഡികൾ, ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങിയവയെല്ലാം രാജ്യത്തെ ആഭ്യന്തര തിരിച്ചറിയൽ സംവിധാനങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ളതാണ്. പാസ്പോർട്ടിനെ പൗരത്വത്തിൻ്റെ അടിസ്ഥാന രേഖയാക്കി മാറ്റിയാൽ വിദേശത്തു നിന്നും അനധികൃതമായി രാജ്യത്തേക്ക് കടന്നു കയറുന്നവർക്ക് പാസ്പോർട്ട് കാണിച്ച് മറ്റ് ആഭ്യന്തര രേഖകൾ എളുപ്പത്തിൽ സമ്പാദിക്കാനും അതിലൂടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന തരത്തിൽ സർക്കാർ ഫണ്ടുകൾ കൈക്കലാക്കാനും സാധിക്കും. ഇത് യഥാർത്ഥ പൗരന്മാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്നതിനും രാജ്യത്തെ ജനസംഖ്യാ രജിസ്റ്റർ പോലെയുള്ള സുപ്രധാന വിവരങ്ങളിൽ അപാകതകൾ ഉണ്ടാക്കുന്നതിനും കാരണമാകും. അതിനാൽ ആഭ്യന്തര സുരക്ഷയും സാമ്പത്തിക സുരക്ഷിതത്വവും മുൻനിർത്തിയാണ് യാത്രാരേഖകളെയും പൗരത്വ രേഖകളെയും പരസ്പരം വേർതിരിച്ച് നിർത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ്റെ കർശനമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇന്ത്യ ഇപ്പോൾ ഈ പാസ്പോർട്ടുകൾ വിതരണം ചെയ്യുന്നുണ്ട് എങ്കിലും അത് വിദേശ അതിർത്തികളിൽ വ്യക്തിത്വം തെളിയിക്കുന്നതിനുള്ള സുരക്ഷിതമായൊരു മാധ്യമം മാത്രമാണ്. ഒരു വ്യക്തി ഇന്ത്യൻ അതിർത്തി കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സുരക്ഷയും വ്യക്തിത്വവും ഉറപ്പാക്കുക എന്നതാണ് പാസ്പോർട്ട് ഓഫീസുകളുടെ ചുമതല. എന്നാൽ പൗരത്വം എന്നത് ഒരു വ്യക്തിക്ക് രാജ്യത്തോടുള്ള നിയമപരവും രാഷ്ട്രീയവുമായ ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. ഈ രണ്ട് കാര്യങ്ങളും വ്യത്യസ്തമായ തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. ചുരുക്കത്തിൽ പാസ്പോർട്ട് ഒരു കേവല യാത്രാരേഖ മാത്രമാണെന്ന വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രഖ്യാപനം രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിനും വ്യാജരേഖകൾ വഴിയുള്ള കടന്നുകയറ്റങ്ങൾ തടയുന്നതിനും ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങളെ കൂടുതൽ ശക്തവും കുറ്റമറ്റതുമാക്കുന്നതിനും വേണ്ടിയുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു സുരക്ഷാ നടപടിയാണ് എന്നത് വ്യക്തമാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.